friends, welcome to our channel Easy Homework. ഞാൻ സ്വാതി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 11.3ലെ ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട തിയറി പോർഷൻസും ആണ്. അപ്പോൾ മുൻപത്തെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ചെക്ക് ചെയ്ത് വീഡിയോസ് എല്ലാവരും കാണുക. കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും സജഷൻസും ഒക്കെ ഞങ്ങൾക്ക് ഇമെയിലായിട്ടോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ രേഖപ്പെടുത്താം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. പ്ലേലിസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളുടെ അക്കൗണ്ട് എടുത്തിട്ട് അതിനകത്ത് പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഓരോ പ്ലേലിസ്റ്റായിട്ട് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസ് കാണാം. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ എൻഡിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ വൈസ് എല്ലാ വീഡിയോസിൻ്റെയും ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ട് അങ്ങനെയാണെങ്കിലും നിങ്ങൾ വീഡിയോസിലേക്ക് എത്തിച്ചേരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പ്രഷൻസ് വിത്ത് വാരിയബിൾസ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ കൺസിഡർ ചെയ്യുകയാണ്. ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ആയിട്ടുള്ള 3 × 10 + 4 ഇതൊരു അരിത്തമെറ്റിക് എക്സ്പ്രഷനാണ്. ഓക്കെ, അപ്പോൾ ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി വേറെ ഒരെണ്ണം കൂടെ കൺസിഡർ ചെയ്യാം. 5 × 4 + 6 × 5. ഓക്കെ, അപ്പോൾ ഇതൊരു വേറൊരു അരിത്തമെറ്റിക് എക്സ്പ്രഷനാണ്. അപ്പോൾ രണ്ട് അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? 3 × 10 + 4, 5 × 4 + 6 × 5. ഇതൊരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ ഇതിനകത്തുള്ള പ്രത്യേകത എന്താണ്? ഇത് ഫോം ചെയ്തിരിക്കുന്നത് 3, 10, 4 എന്നുള്ള നമ്പർ വെച്ചാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ഇവിടെയാണെങ്കിലോ 5, 4, 6, 5 ഈ നമ്പേഴ്സാണ്. ഈ നമ്പേഴ്സ് വെച്ചിട്ടാണ് ഈ സെക്കൻഡ് എക്സ്പ്രഷൻ ഫോം ചെയ്തിരിക്കുന്നത്. ഇതെന്താണ്? അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ പിന്നീട് യൂസ് ചെയ്തിട്ടുള്ള എന്താണ്? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ അഡീഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും മൾട്ടിപ്ലിക്കേഷനും ഇവിടെ അഡീഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു എക്സ്പ്രഷൻ എഴുതി നോക്കാം. 7 - 4 × 5. ഇവിടെയാണെങ്കിലോ സബ്ട്രാക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ട് ഇവിടെ 4 ഓപ്പറേറ്റേഴ്സ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെയാണ്? പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ. ഈ 4 ഓപ്പറേറ്റേഴ്സും യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ നമ്പേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ എക്സ്പ്രഷൻസ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻസിനെ, അതായത് നമ്പേഴ്സും ഓപ്പറേറ്റേഴ്സും മാത്രമുള്ള ഈ എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അരിത്മെറ്റിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അരിത്മെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്പേഴ്സും ഓപ്പറേറ്റേഴ്സും ആയിരിക്കും ഉണ്ടാവുക. നമ്പേഴ്സും ഓപ്പറേറ്റേഴ്സും കൂടെ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ അരിത്മെറ്റിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതേ എക്സ്പ്രഷൻസ് തന്നെ നമുക്ക് വാരിയബിൾസ് യൂസ് ചെയ്തും ഉണ്ടാക്കാനായിട്ട് പറ്റും. വാരിയബിൾസിൻ്റെ പ്രത്യേകത എന്താണ്? വാരിയബിൾസിന് ഒരു ഫിക്സഡ് വാല്യൂ ഇല്ല, അതിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അതിനൊരു ഫിക്സഡ് വാല്യൂ ഇല്ല, പക്ഷെ അതിന് ഏത് വാല്യൂസ് ആയിരിക്കും? നമ്പർ വാല്യൂസ് ആയിരിക്കും എപ്പോഴും വരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള വാരിയബിൾസിനെയും ഇതേപോലെ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് അവിടെ നമ്പേഴ്സും യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതുന്നതിനെയാണ് നമ്മൾ വാരിയബിൾ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വാരിയബിൾ എക്സ്പ്രഷന് എക്സാമ്പിൾ ചെക്ക് ചെയ്ത് നോക്കാം. അരിത്മെറ്റിക് എക്സ്പ്രഷൻസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാരിയബിൾ എക്സ്പ്രഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ അരിത്മെറ്റിക് എക്സ്പ്രഷൻസിൽ നമ്പേഴ്സും ഓപ്പറേറ്റേഴ്സും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവിടെയാണെങ്കിലോ വാരിയബിൾ എക്സ്പ്രഷൻസിലോട്ട് കിടക്കുമ്പോൾ അവിടെ നമ്പേഴ്സ് ഉണ്ടായിരിക്കും, വാരിയബിൾസ് ഉണ്ടായിരിക്കും, ഓപ്പറേറ്റേഴ്സും ഉണ്ടായിരിക്കും. വാരിയബിൾസിന് ഒരു ഫിക്സഡ് വാല്യൂ ഇല്ല, അതിന് ഏത് വാല്യൂ ആണെങ്കിലും സ്വീകരിക്കാം, പക്ഷെ അത് നമ്പർ വാല്യൂ ആയിരിക്കണം. ഓക്കെ, അത് ഈ ഓപ്പറേറ്റേഴ്സിലും കൂടെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? വാരിയബിൾ എക്സ്പ്രഷൻസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ശ്രദ്ധിക്കാം. 2m എന്ന് പറയുന്നത് എങ്ങനെയാണ്? m ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 2. അങ്ങനെയാണ് ആര് ഫോം ചെയ്തിരിക്കുന്നത്? 2m എന്നുള്ള വാരിയബിൾ എക്സ്പ്രഷൻ ഫോം ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു നമ്പർ ഉണ്ട്, ഒരു വാരിയബിൾ ഉണ്ട്, അവിടെയുള്ള ഓപ്പറേറ്റർ ഏതാണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്പർ നോക്കാം. x + 10. x + 10ൽ x എന്ന് പറയുന്നത് വേരിയബിളും പ്ലസ് എന്ന് പറയുന്നത് അവിടുത്തെ അഡീഷൻ, അതാണ് അവിടുത്തെ ഓപ്പറേറ്റർ. ദെൻ 10 എന്ന് പറയുന്ന നമ്പർ വാല്യൂ അവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചാണ് x + 10 എന്നുള്ള എക്സ്പ്രഷൻ ഫോം ചെയ്തിരിക്കുന്നത്. x ഈസ് ആഡഡ് വിത്ത് 10. ഓക്കെ, നെക്സ്റ്റ് നോക്കി. നെക്സ്റ്റ് 4x - 5 ആണ്. 4x - 5 എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത് നോക്കാം. 4 ഈസ്
നെക്സ്റ്റ് 4x മൈനസ് 5 ആണ്. 4x മൈനസ് 5 എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഹിയർ x ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 4 and then 5 is subtracted from the product. Okay, അങ്ങനെയാണ് ഇവിടെ 4x മൈനസ് 5 ഫോം ചെയ്തിരിക്കുന്നത്. 4x മൈനസ് 5 എക്സ് എന്ന് പറയുന്നത് അവിടുത്തെ വേരിയബിൾ, മൈനസ് അതായത് സബ്ട്രാക്ഷൻ ആണ് അവിടുത്തെ ഓപ്പറേറ്റർ, 4ഉം 5ഉം അവിടുത്തെ നമ്പർ വാല്യൂസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഈ എക്സ്പ്രഷൻ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേരിയബിൾ എക്സ്പ്രഷൻ എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് എക്സ്പ്രഷൻസ് ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. അരിത്തമെറ്റിക് എക്സ്പ്രഷൻസിൻ്റെ കൂടെ വേരിയബിൾസും കൂടെ ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമ്മളതിനെ വേരിയബിൾ എക്സ്പ്രഷൻസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ആണ് 4 × 3 + 12 എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ആണ്. ഈ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് വളരെ സിമ്പിളാണ്. ആദ്യം ബ്രാക്കറ്റിലുള്ള ഈ 4 × 3 ചെയ്യുക. അത് എത്ര കിട്ടും? നമുക്ക് 12 എന്ന് കിട്ടും. ദെൻ +12 + 12 എത്ര കിട്ടും? നമുക്ക് 24 എന്ന് ആൻസർ കിട്ടും. ഇത്രയും സിമ്പിൾ അല്ല ഒരു വേരിയബിൾ എക്സ്പ്രഷൻ സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ വേരിയബിൾ എക്സ്പ്രഷൻ എക്സാമ്പിളാണ് 4x + 3. ഇതൊരു വേരിയബിൾ എക്സ്പ്രഷന് എക്സാമ്പിളാണ്. ഇവിടെ വേരിയബിൾ ആയിട്ട് ആരുണ്ട്? എക്സ് ഉണ്ട് അല്ലേ? ഇത് ഇവാലുവേറ്റ് ചെയ്യാന്ന് പറയുന്നത് അത്രയും സിമ്പിൾ അല്ല, ഇതിൻ്റെ അത്രയും സിമ്പിൾ അല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന് ആദ്യം ഒരു വാല്യൂ കൊടുക്കണം. എക്സ് ഈ കേസിൽ നമുക്കൊരു 3 എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് എങ്ങനെ വരും? 4 × 3 + 3 ആൻസർ എന്ത് വരും? 4 × 3 12 + 3 15 എന്ന ആൻസർ വരും. ഓക്കെ, അപ്പോൾ എക്സിന് വാല്യൂ കൊടുത്തിട്ടാണ് നമ്മൾ ഒരു വേരിയബിൾ എക്സ്പ്രഷൻ സോൾവ് ചെയ്യേണ്ടത്. അതിനകത്തുള്ള വേരിയബിളിന് വാല്യൂ കൊടുത്താൽ മാത്രമേ അത് സോൾവ് ആയിട്ട് കിട്ടത്തുള്ളൂ. അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ വാല്യുവേറ്റ് ചെയ്യാനായിട്ടോ സാധിക്കും. ക്ലിയർ ആണല്ലോ ഇത്രയും ഭാഗം? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇവിടെ കുറച്ച് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? y + 5 എന്നുള്ള എക്സ്പ്രഷൻ ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 5 added to y. ഓക്കെ, നെക്സ്റ്റ് നോക്കാം t - 7. t - 7 എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? 7 is subtracted ഫ്രം ടി. ടി എന്ന് പറഞ്ഞ വേരിയബിളിൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്തിട്ടാണ് ഏത് എക്സ്പ്രഷൻ ഫോം ചെയ്തിരിക്കുന്നത്? t - 7 എന്നുള്ള എക്സ്പ്രഷൻ ഫോം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം 10a, അതായത് 10 × a. ഇതെങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? a is multiplied by 10. ഓക്കെ, നെക്സ്റ്റ് നോക്കാം x/3. x/3 എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത് നോക്കാം. x is divided by 3. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? -5q. -5q എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത് നോക്കാം. q is multiplied by -5. ഓക്കെ, അപ്പോൾ q ഈസ് മൾട്ടിപ്ലൈഡ് ബൈ -5 ചെയ്തപ്പോഴാണ് നമുക്ക് -5q എന്നുള്ള എക്സ്പ്രഷൻ ഫോം ചെയ്തത്. ഇതേപോലെ ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സസൈസ് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 11.3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കാം. മേക്കപ്പ് ആസ് മെനി എക്സ്പ്രഷൻസ് വിത്ത് നമ്പേഴ്സ് no variables as you can from the numbers 5, 7, 8. 5, 7, 8 എന്നീ നമ്പേഴ്സിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നിടത്തോളം എക്സ്പ്രഷൻസ് ഫോം ചെയ്യണം. അവിടെ വേരിയബിൾസ് യൂസ് ചെയ്യാൻ പാടില്ല, ഈ നമ്പേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, എവറി നമ്പർ ഷുഡ് ബി യൂസ്ഡ് നോട്ട് മോർ ദാൻ വൺസ്. ഒരു എക്സ്പ്രഷനകത്ത് ഒരു നമ്പർ ഒരു തവണ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഒന്നിൽ കൂടുതൽ തവണ ഒരു നമ്പർ യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് നെക്സ്റ്റ് കണ്ടീഷൻ. തേർഡ് കണ്ടീഷൻ എന്താണ്? യൂസ് ഓൺലി അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ. ഈ 3 ഓപ്പറേറ്റേഴ്സ് മാത്രമാണ് ഈ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഡിവിഷൻ എന്നുള്ളൊരു ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള
നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നിടത്തോളം ഉള്ള എക്സ്പ്രഷൻസ് ഉണ്ടാക്കാനാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഏത് നമ്പേഴ്സ് വെച്ച്? 5, 7, 8 എന്നുള്ള നമ്പേഴ്സും അതേപോലെ തന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഓപ്പറേറ്റേഴ്സും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നിടത്തോളമുള്ള എക്സ്പ്രഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എക്സ്പ്രഷൻ എന്തായിരിക്കും? 5 × 7 + 8. ഓക്കെ, ഇവിടെ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 5 × 7 - 8. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെ എഴുതാം? 5 × 8 - 7. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് 7 × 5 + 8. നെക്സ്റ്റ് 7 × 5 - 8. 7 × 8 - 5. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്ര എക്സ്പ്രഷൻസ് നമുക്ക് ഇവിടെ നിന്ന് ഫോം ചെയ്യാം. ഇനി നെക്സ്റ്റ് 8 × 7 + 5. 8 × 5 - 7. 8 × 7 - 5. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സ്പ്രഷൻസ് ആണ് എനിക്ക് ഇവിടുന്ന് ഫോം ചെയ്യാൻ പറ്റിയത്. ഇനി നിങ്ങൾ നോക്കിയിട്ട് പുതിയ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്രഷൻസ് ഫോം ചെയ്തത്. ഇവിടെ 5, 7, 8 എന്നുള്ള 3 നമ്പേഴ്സേ യൂസ് ചെയ്തിട്ടുള്ളൂ. പ്ലസ്, മൈനസ്, ഇൻറ്റു ഈ 3 സൈൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ മാക്സിമം എക്സ്പ്രഷൻസ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും എക്സ്പ്രഷൻസ് നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫോം ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഔട്ട് ഓഫ് ദ ഫോളോയിങ് ആർ എക്സ്പ്രഷൻസ് വിത്ത് നമ്പേഴ്സ് ഓൺലി. നമ്പേഴ്സ് മാത്രമുള്ള എക്സ്പ്രഷൻസ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്ത് നോക്കാം. y + 3. y + 3 എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? ഒരു വേരിയബിളും ഉണ്ട്, നമ്പറും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്പേഴ്സ് മാത്രമുള്ള ഒരു എക്സ്പ്രഷൻ അല്ലല്ലോ, അപ്പോൾ അത് അല്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 7 × 20 - 8z. ഓക്കെ, z എന്ന് പറയുന്നത് അവിടെ വേരിയബിൾ വന്നിട്ടുണ്ട്. സോ അത് നമ്പേഴ്സ് മാത്രമുള്ള ഒരു എക്സ്പ്രഷൻ അല്ല. നെക്സ്റ്റ് നോക്കാം. 5 × 21 - 7 + 7 × 2. ഇവിടെ ഏതെങ്കിലും ഒരു വേരിയബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. സോ നമുക്കിവിടെ എന്ത് പറയാം? ഇത് നമ്പേഴ്സ് മാത്രമായിട്ടുള്ള എക്സ്പ്രഷൻ ആണ്, അവിടെ വേരിയബിൾസ് ഒന്നും വന്നിട്ടില്ല. ഇനി ഡി നോക്കാം. ഇതിനകത്ത് 5 എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. 5 എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനാണ് വന്നിട്ടുള്ളത്. സോ ഇതും നമ്പേഴ്സ് മാത്രമായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്, അവിടെയും വേരിയബിൾസ് ഒന്നും വന്നിട്ടില്ല. നെക്സ്റ്റ് 3x. 3xനകത്ത് ഇതാ വേരിയബിൾ വന്നിട്ടുണ്ട്. സോ അത് നമ്പേഴ്സ് മാത്രമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ അല്ല, അവിടെ വേരിയബിൾസും കൂടെ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കാം. 5 - 5n. ഇവിടെയും അതെ n എന്നുള്ള വേരിയബിൾ വന്നിട്ടുണ്ട്, നമ്പേഴ്സ് മാത്രമായിട്ടുള്ള എക്സ്പ്രഷൻ അതും അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7 × 20 - 5 × 10 - 45 + p. നോക്കി, ഇവിടെ p വന്നിട്ടുണ്ട്, p എന്നുള്ളൊരു വേരിയബിൾ വന്നിട്ടുണ്ട്. സോ ഇതും നമ്പേഴ്സ് മാത്രമായിട്ടുള്ള എക്സ്പ്രഷൻ അല്ല, ഇവിടെയും വേരിയബിൾസ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് നമുക്ക് നമ്പേഴ്സ് മാത്രമായിട്ടുള്ള എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്? ഇവിടുത്തെ ആൻസർ എന്താണ്? C ആൻഡ് D ആണ് നമ്പേഴ്സ് മാത്രമായിട്ടുള്ള എക്സ്പ്രഷനായിട്ട് വന്നിട്ടുള്ളത്. ബാക്കി എല്ലാത്തിലും വേരിയബിൾസ് വന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ ഈ ക്വസ്റ്റ്യൻ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തിയറി പോർഷനിലാണെങ്കിലും ക്വസ്റ്റ്യനിലാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സജഷൻസൊക്കെ മെയിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.